റബീഅനോട് ചോദിച്ചു, ഉസ്താദേ, കുറെ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കൂടി ദർശിച്ചു എന്ന ഓരോ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോ അതിയായ ആഗ്രഹം വന്നു പോകുന്നു ഉസ്താദേ. ആ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ? കുറെ കാലമായി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റബീ ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ മനസ്സൊന്ന് പിടഞ്ഞു പോയി. അദ്ദേഹം വലിയ ആലിമൊന്നുമല്ല, വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ റബീ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പ്രത്യേകതയുണ്ട്. ഈ വിനീതനൊപ്പം വർഷങ്ങളോളമായി സഹയാത്രികനായി റബീ ഇങ്ങനെ സഞ്ചരിക്കുക. ഒരുപാട് വർഷം ഈ റബീയുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. പക്ഷേ റബീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സന്തോഷം ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ എത്രത്തോളം ആ ചെറുപ്പക്കാരൻ ആസ്വദിക്കുന്നു എന്ന് പഠിച്ചു നോക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇതുപോലെയുള്ള ഒരു പള്ളിയുടെ മുമ്പിൽ നികേഷ് എന്ന ചെറുപ്പക്കാരനായി ഓട്ടോ ഓടിച്ച് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ 5 വക്ത് നിസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് ജനങ്ങള് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പലപ്പോഴും ചിന്തിച്ചു പോയി, എനിക്കും ഇതുപോലെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാനാ. അവിടെ മുതൽ ആ ചെറുപ്പക്കാരൻ ഇലാഹിയായ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റബീ എന്ന പേര് ആ ചെറുപ്പക്കാരൻ സ്വീകരിക്കുകയും ചെയ്തു. നമ്മളൊക്കെ പലപ്പോഴും പല യാത്രകളും ചെയ്യാറുണ്ട്. തണുത്ത് വിറക്കുന്ന പല സ്ഥലങ്ങളിൽ എത്തുമ്പോ ചിലപ്പോ സുബ്ഹിന്റെ ജമാഅത്തിന്റെ അടുത്തുള്ള പള്ളികളിലേക്കൊക്കെ പോകാൻ നമ്മൾ പ്രയാസപ്പെടുമ്പോ സുബ്ഹിന്റെ സമയമാകുമ്പോ ചെറുപ്പക്കാരനെ കാണാൻ കഴിയില്ല, പള്ളിയിലെത്തിയിട്ടുണ്ടാകും. അപ്പോ അങ്ങനെ ഒരു ചോയ്സ് മുസ്ലിമായി വന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഇലാഹിയായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ശക്തി ഹൃദയത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവര്. ആ ചെറുപ്പക്കാരൻ പലപ്പോഴും ഒറ്റപ്പെട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കൂടെ ഒരു ഇണയില്ലാതെ തുണയില്ലാതെ ജീവിച്ച വർഷങ്ങൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് വിവാഹം കഴിഞ്ഞു. ഇന്ന് ആ ചെറുപ്പക്കാരൻ ഫാമിലിയായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്കൊരു ഇണയെ കിട്ടും, ഒരു ഇണയുമായി ജീവിക്കാൻ കഴിയുമെന്ന്. പക്ഷേ അല്ലാഹു കൈവിട്ടില്ല. നല്ല റാഹത്തുള്ള സഹധർമ്മിണിയെ കൊടുത്തു. വളരെ റാഹത്തായി കുടുംബജീവിതം നയിച്ചു വരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചാൻസ് മുസ്ലിമീങ്ങളായ നമ്മുടെ വാപ്പ മുസ്ലിമായി, നമ്മുടെ ഉമ്മ മുസ്ലിമായി, അതുകൊണ്ട് നാം മുസ്ലിമായി എന്ന് മാത്രം ചിന്തിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മിൽ പലരും, ഇസ്ലാമിന്റെ ആദർശത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കൂടി എനിക്ക് ദർശിക്കാൻ കഴിയണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കൊതിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയെത്ര പേര് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി. വിട പറഞ്ഞപ്പോഴാ അറിയുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച ഓരോ സംഭവ വികാസങ്ങള്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ എഴുതി വെച്ച വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ ദലായിലുൽ ഖൈറാത്ത് എന്ന ദൈനംദിനം ആ മനുഷ്യൻ കൊണ്ടു നടന്നതായ ചെറിയൊരു കിതാബുണ്ട്. ആ കിതാബിൽ കണ്ടപ്പോൾ കരഞ്ഞുപോയി. മുഅ്മിനേ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം വസല്ലൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബകൈതു ബുകാൻ ശദീദാ. ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിയോട് ഞാൻ സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ എന്റെ സലാമിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഫബകൈതു ബുകാൻ ശദീദാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച സന്തോഷം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ എത്രയെത്ര പേര് ഇവിടെ ജീവിച്ചു പോയി. റസൂലുള്ളാഹിയെ കണ്ട സ്വപ്നത്തിന്റെ സന്തോഷങ്ങൾ നാളുമായി പങ്കുവെച്ചുകൊണ്ട് അതുപോലെ നമുക്കും കാണണ്ടേ മുഅ്മിനേ. ഹബീബുനാ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച സംഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുമ്പോ ആ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ കണ്ടത്? റസൂലുള്ളാഹിന്റെ രൂപം എങ്ങനെയാ? റസൂലുള്ളാഹിന്റെ ഭാവം എങ്ങനെയാ? റസൂലുള്ളാഹിന്റെ നിറം എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങളുടെ ഹൈറ്റ് എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങളുടെ വെയിറ്റ് എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങളുടെ സുഗന്ധം എങ്ങനെയായിരുന്നു നിങ്ങൾ ആസ്വദിച്ചത്? ആ മനുഷ്യൻ പറയുകയാ, ഞാൻ ആഗ്രഹിച്ചു എല്ലാ ദിവസവും 100ഓളം സ്വലാത്തു താജ് ചൊല്ലിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. എന്റെ ഹബീബിനെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കൂടി ദർശിക്കണം. അങ്ങനെ ഓരോ ദിവസവും 100ഓളം സ്വലാത്തു താജ് ചൊല്ലിയിട്ട് ഞാൻ കിടന്നുറങ്ങൂ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നിറങ്ങിയപ്പോ അതാ വരുന്നു ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെക്കാളും വെട്ടിത്തിളങ്ങുന്ന പൂമുഖമായിട്ട്, പുഞ്ചിരിക്കുന്ന പൂമുഖമായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കൂടി ദർശിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷമാ. പ്രിയപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു ഹബീബിന്റെ രൂപം? വളവെളുത്ത ചുവന്ന പൂമുഖമാ ഹബീബുനാ തങ്ങളുടെ രൂപം. റസൂലുള്ളാഹിന്റെ നിറത്തെ കുറിച്ച് പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോ ആ പഠിച്ചതൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി. അതിനേക്കാളും എത്രയോ സൗന്ദര്യമാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം. ഒരുപാട് പഠിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ സൗന്ദര്യത്തെ കുറിച്ച്. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ആ മനുഷ്യൻ പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച സൗന്ദര്യം ഒന്നുമല്ല. റസൂലുള്ളാഹിന്റെ സുഗന്ധം എങ്ങനെയായിരുന്നു? എത്രയോ സുഗന്ധം ഈ ഭൂമിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഹബീബിന്റെ സുഗന്ധം ആസ്വദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഗന്ധം ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി. എന്നിട്ട് ആ മനുഷ്യൻ പറയാ, ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് എതിർ ദിശയിൽ നിന്നുമാണ് റസൂലുള്ളാഹി തങ്ങള് തലയിൽ ഒരു ഷാള് പുതച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളെ കാണുന്നത്. ഒരു നോക്കമങ്ങ് കണ്ടപ്പോ യാ അല്ലാഹ്, ഈ ദുനിയാവ് മുഴുവൻ കീഴടക്കിയ സന്തോഷമായിരുന്നു. ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് കിട്ടിയ സന്തോഷമായിരുന്നു. അത്രയും അത്ഭുതമാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സലാത്ത് വാർഷികം കൊണ്ടാടുമ്പോ ഹബീബായ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് സ്വപ്നത്തിൽ കൂടി ദർശിക്കാൻ കഴിയണം. അതിനുള്ള ഏറ്റവും നല്ല വഴി എല്ലാ ദിവസവും രാത്രി കിടന്നിറങ്ങുമ്പോ 100 സലാത്ത് താജെങ്കിലും റസൂലുള്ളാഹിയെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ ഉറപ്പായിട്ടും കാണും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ കിടന്നുറങ്ങിയ റസൂലുള്ളാഹിനെ കാണുമ്പോൾ ഒരൊറ്റ നിയത്ത് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഉറങ്ങി നോക്കിക്കോ, ഉറപ്പായിട്ടും സ്വപ്നത്തിൽ കൂടി വരുമാരെ ഹബീബുനാ റസൂലുള്ളാഹി. ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു പോയതാ ഉസ്താദേ, ഒരുപാട് തമ്മാടിത്തരങ്ങൾ ചെയ്തു പോയതാ. ഞാൻ കാണുമോ റസൂലുള്ളാഹി തങ്ങളെ? ഇങ്ങനെയാ പലരുടെയും സംശയം അല്ലേ? ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയി, പിന്നെ എങ്ങനെയാ എന്റെ ഹബീബിനെ കാണുക? എത്ര വലിയ അപരാധം ചെയ്തവരാകട്ടെ, വ്യഭിചരിച്ചവരാകട്ടെ, മദ്യപിച്ചവരാകട്ടെ, തമ്മാടിത്തരങ്ങൾ ചെയ്തവരാവട്ടെ, നിങ്ങൾക്കും കാണാം ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. റസൂലുള്ളാഹിയുടെ പേരിൽ ആത്മാർത്ഥമായി ഇങ്ങനെ സലാത്ത് ചൊല്ലുമ്പോ ഓട്ടോമാറ്റിക്കലി അല്ലാഹു നമ്മുടെ പാപങ്ങളല്ലേ പുറത്തു തരുന്നത്. എത്ര വലിയ അപരാധങ്ങൾ ചെയ്തവർക്കും അല്ലാഹു തആല അവന്റെ അപരാധങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ. ദോഷങ്ങളാമലിനങ്ങളിൽ ഊരമായത് അത് കാരണം ഹൃദയങ്ങളാ ദോഷിക്കുന്നത്. ഹൃദയങ്ങളെന്നും ശുദ്ധിയായിരിക്കേണ്ടതാ. ഈമാന്റെ മാളമ താണതും ഓർക്കേണ്ടതാ. അത് ശുദ്ധിയാക്കാനുള്ള സോപാ തൗബ
അർക്കൊക്കെ നീക്കാൻ മെച്ചമാ ലാ റൈബ. എത്ര വലിയ അപരാധങ്ങൾ ചെയ്തവർക്കും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സലാത്ത്. ഒരാൾ ഒരു സലാത്ത് ചൊല്ലുകോ അവൻ ചെയ്തു പോയ 10 ദോഷങ്ങൾ അവന് പുറത്തു കൊടുക്കുകയാ, 10 ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുകയാ. അങ്ങനെ എത്ര ഓഫറുകളാ കേവലം ഒരു സലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എത്ര പാപം ചെയ്തവരാവട്ടെ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങളങ്ങ് സലാത്ത് ചൊല്ലി തുടങ്ങുക. അറിയാതെ നിങ്ങൾ നന്നാവുന്നത് കാണും, അറിയാതെ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് കാണും, അറിയാതെ റസൂലുള്ളാഹി തങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ സലാത്ത് ചൊല്ലി സലാത്ത് ചൊല്ലി സലാത്ത് ചൊല്ലി അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ഒരാൾ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കൂടി ദർശിച്ചാൽ മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. കാരണം അവർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉറപ്പായിട്ടും കിട്ടും. ഒരു പ്രാവശ്യം റസൂലുള്ളാഹിനെ കണ്ടവൻ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താവണം? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് നന്നായി വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ സ്വപ്ന ദർശനത്തിന് ആഗ്രഹിക്കുന്നവർ അധികരിപ്പിക്കൽ ഏറ്റവും നല്ല സലാത്ത് ഏതാ? സലാത്തുൽ താജ്. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. എന്നാ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്ക് സ്വപ്നത്തിൽ കൂടി ദർശിക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഭാഗ്യം കിട്ടിയ നമ്മുടെ രക്ഷപ്പെടും. ഒരു സംശയമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ചു മുമ്പ് നമ്മുടെ കൂടെ ഉംറക്ക് വന്ന കാനങ്ങാട് ഭാഗത്തുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. കാനങ്ങാട് പ്രദേശത്തൊരു സഹോദരി, ഏകദേശം 10-40 വയസ്സ് തോന്നിക്കും ആ സഹോദരി. ആ സഹോദരി പറയാ, സാദേ ഞാൻ ഉംറക്ക് വന്ന തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. ഒരുപാട് ആ സഹോദരി ഇങ്ങനെ എന്താ പറയാ, അള്ളാഹിനോട് പറയുന്നത് നമ്മളോട് പറയാ, ഞാൻ ഒരുപാട് വിഭജിച്ചു പോയിട്ടുണ്ട് ഉസ്താദേ. അതൊക്കെ പുറത്ത് കിട്ടണം വിചാരിച്ച ഞാൻ എന്തിനു വന്നത്? ഉംറ ചെയ്യാൻ വന്നത്. അങ്ങനെ ഉംറയൊക്കെ കഴിഞ്ഞു. ആ സഹോദരി പറയാ, റസൂലുള്ളാഹിന്റെ പേരിൽ ഞാൻ എങ്ങനെയെങ്കിലും മദീനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് ഞാൻ സലാത്ത് ചെല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഞാനിപ്പോ മദീനത്തേക്ക് എത്തി. മദീനത്തിൽ നമ്മോട് പറയാ, ഉസ്താദേ എന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ആഗ്രഹിച്ചിട്ടാ ഞാൻ ഈ മണ്ണിലേക്കൊക്കെ കൊതിച്ചത്. ഇനി എന്റെ ആഗ്രഹം എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കൂടി കാണണം. അങ്ങനെ ഉമ്മ സലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. നാട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഏകദേശം രാവിലെ ഒരു 6:30 കോൾ വരെ ആ ഉമ്മയുടെ ഉസ്താദേ കരയാണ്. വളരെ സന്തോഷമുണ്ട് ഉസ്താദേ, സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോ കരയുന്നത്. എന്നിട്ട് ആ ഉമ്മ പറയാ, ഞാൻ ഇന്നലെ കണ്ടു ഉസ്താദേ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരി പറയാ, എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത തമ്മാടിത്തം എല്ലാ തമ്മാടിത്തം. എന്നിട്ട് വലിയ വലിയ പ്രമുഖരായ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് എന്ന ആളായിട്ടൊക്കെ ഞാൻ ശാരീരിക ആ ഉമ്മയാ പറയുന്നത്, ഹബീബിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ സലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ് പരിശുദ്ധ മക്കയിലും മദീനയിലും ഞാൻ എത്തി. ഇനി എന്റെ ആഗ്രഹം എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ ദർശിക്കണമെന്നാണ്. ലക്ഷക്കണക്കിന് സലാത്തുകളാവും തീർത്തിട്ടുണ്ട്. ഇന്ന് ആ ഉമ്മ സുബ്ഹിന്റെ നേരത്തെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് പൊട്ടിക്കരയുന്ന ഉമ്മയാണ്. അതാ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു സെക്കൻഡ് മതി നന്നാവണമെങ്കിൽ. മനസ്സിന്റെ അകത്തൊരു സെക്കൻഡ് മതി. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള വഴി പോലെ മറ്റൊരു വഴിയില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നൊരു ഏറ്റവും നല്ല എളുപ്പ വഴിയുണ്ടല്ലോ, അതിനോളം വരില്ല രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴിയും. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൈപിടിക്കാൻ എത്തണ്ടേ ഹബീബനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രതിസന്ധിയിലും ഖബറിലെത്തിയാൽ നമുക്ക് കൂട്ടിന് വരണ്ടേ ഹബീബായ റസൂലുള്ളാഹി. മഹ്ശറിലെത്തുമ്പോൾ വരണ്ടേ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആദി ഔവൽ മൈദരായി പഠിച്ചു വച്ച മുഹമ്മദാ, ബദറിലും ബദർ ലംഘിടുന്നാരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്കറിയാതെ ചൊല്ലിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എത്ര വർണ്ണിച്ചാലും തീരാത്ത വർണ്ണതയുടെ ഉദാഹരണമാണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിറത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പ്യുവർ വൈറ്റ് ആയ മനുഷ്യനായിരുന്നില്ല, ഇരുണ്ട നിറമുള്ള മനുഷ്യനായിരുന്നില്ല, കറുകറുത്ത മനുഷ്യനായിരുന്നില്ല. സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറം ഏതാണെന്ന് സദസ്സിനോട് ഞാൻ ചോദിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾ പറയും നല്ല വെളുത്ത നിറമാ സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറം. അതല്ലെങ്കിൽ പറയും ഇളം നിറമാ സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള നിറം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള നിറം ഏതെന്നറിയുമോ? ചുവപ്പ് നിറം കലർന്നതായ വെളുപ്പ് നിറമാണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറം. അഥവാ ഒരു മനുഷ്യന്റെ നഖത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന നിറമാണ് സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും നല്ല ചുവപ്പ് കലർന്നതായ നിറം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. ചുവപ്പ് നിറം കലർന്ന വെളുത്ത നിറം. ഒരു മനുഷ്യന്റെ നഖത്തിന്റെ അകത്ത്, സാധാരണ ഒരു മനുഷ്യന്റെ നഖത്തിന്റെ അകത്ത് കാണപ്പെടുന്ന നിറം. നല്ല വെള്ളം നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ നഖത്തിന്റെ അകത്താ പറഞ്ഞത്. ചില നാട്ടിൽ വെള്ളം ശരിയുണ്ടാവില്ല, അവരെ നഖം ശരിയുണ്ടാവില്ല, പല്ലും ശരിയുണ്ടാവില്ല. അങ്ങനെയുണ്ട് ചില നാട്. വെള്ളത്തിന് പ്രശ്നമുള്ള നാട്ടില് ആ വെള്ളം കുടിക്കുന്നവരുടെ നഖം ശരിയുണ്ടാവില്ല, പല്ലും ശരിയുണ്ടാവില്ല. ഇത് രണ്ടിനും പ്രശ്നമുണ്ടാവും, കാൽസ്യത്തിന്റെ പ്രശ്നമുണ്ടാവും. അങ്ങനെയുള്ളവരല്ല പറയുന്നത്. നല്ല വെള്ളം കുടിച്ച് ജീവിക്കുന്ന സാധാരണ ഒരു മനുഷ്യന്റെ നഖത്തിന്റെ അകത്ത് കാണപ്പെടുന്ന നിറമാണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറം. ചുവപ്പ് നിറം കലർന്ന വെളുത്ത നിറം. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കൈയിന്റെ അകത്ത് കാണുന്നില്ലേ? ആ നിറാണോ നമ്മുടെ മുഖത്തുള്ളത്? ആണോ ആണോ മക്കളെ? പിന്നെന്താ നിറമുള്ളത്? ആ നിറമാണ് ഏറ്റവും സൗന്ദര്യമുള്ള നിറം. ആ ചുവപ്പ് നിറം കലർന്ന വെളുത്ത നിറമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ഘടനയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല പൊക്കമുള്ള മനുഷ്യനായിരുന്നില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ തീരെ പൊക്കമില്ലാത്ത കുറുകിയ മനുഷ്യനുമായിരുന്നില്ല. നീളത്തിനനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിനനുസരിച്ചുള്ള ഒത്ത മനുഷ്യനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വലിയ പൊക്കമുള്ള മനുഷ്യനൊന്നല്ല, തീരെ പൊക്കമില്ലാത്ത കുറുകിയ മനുഷ്യനോ അല്ല. ഞാൻ പറയുന്ന സൗണ്ട് ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? ഇല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നീളത്തിനനുസരിച്ചുള്ള തടിക്കനുസരിച്ചുള്ള നീളം, ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈറ്റും വെയിറ്റും.
നമ്മളൊക്കെ ഓരോരുത്തരെ അവസ്ഥ നോക്കിയേ, അങ്ങനെയുള്ള മനുഷ്യരെ കാണൽ കുറവാണ് അല്ലേ? ഞാൻ സെർച്ച് നിങ്ങൾ അങ്ങനെയാണോ? തടി നിങ്ങളെ 10 മനുഷ്യനാണോ? നമ്മളെ ഈ കൂട്ടത്തില് ഐഡിയൽ വെയിറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊന്ന് കൈ ഉയർത്തി. ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം പറഞ്ഞുതരാം. ഇപ്പോ എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് എന്നുള്ളത് ഒരു 68-70 kg ആണ്. തിരിഞ്ഞോ? എന്റെ നീളത്തിനനുസരിച്ച് അത്രേ പറ്റൂ. അള്ളാനെ തോഫീഖ് ഞാൻ എത്രയുണ്ട്? 88 കിലോ. അപ്പൊ എത്ര കൂടുതലാണ്? നിങ്ങൾ കൂട്ടിയാ തിരിഞ്ഞോ? 88 ഉണ്ട് ഉസ്താദെ. തൂക്കി നോക്കുമ്പോ അങ്ങനെ കാണുന്നുണ്ട്. ഇനി വെയിറ്റ് മെഷീനിന്റെ കുഴപ്പമോ എന്റെ കുഴപ്പമോ എനിക്കറിയില്ല. ഏത് വെയിറ്റ് മെഷീനിൽ നോക്കിയാൽ അങ്ങനെ കാണുന്നുള്ളൂ. കുറെ വിചാരിച്ചു വെയിറ്റ് മെഷീനിന്റെ കുഴപ്പമായിരിക്കും. പിന്നെ എല്ലാ വെയിറ്റ് മെഷീനിൽ നോക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിന്റെ കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ വെയിറ്റിൽ ഞാൻ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എക്സസൈസും വർക്കൗട്ടുകളും നടക്കുന്നത്. നമുക്ക് വിചാരിച്ചു എക്സസൈസ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ പരിപാടി കഴിഞ്ഞ ഓരോ ദിവസവും രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കൊക്കെ വീട്ടിലെത്തും. സുബഹിയൊക്കെ നിസ്കരിച്ച് നമ്മൾ പറയുന്നത് സൂര്യൻ ഉദിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അപ്പൊ സൂര്യനൊക്കെ ഉദിച്ചിട്ട് എന്താവും? കടന്നു. ചിലപ്പോ ഉറക്ക് ഉച്ചവരെ എത്തും. രാത്രി ഉറക്കില്ലല്ലോ, ഉച്ചവരെ എത്തും. പിന്നെ എവിടെയാ വർക്കൗട്ട് ചെയ്യുക? പിന്നെ അടുത്ത പരിപാടിക്ക് വേണ്ട സമയം. അപ്പോ മാക്സിമം ഇന്നത്തെ ജനറേഷൻ ബോഡി നന്നായി കെയർ ചെയ്യുന്നവരായിരിക്കും. എന്താ ഐഡിയൽ വെയിറ്റിലേക്ക് എന്റെ ബോഡി എത്തണം, ബോഡി ഫിറ്റ്നസ് ആകണം. അതിനുവേണ്ടി ഒരുപാട് വെൽനസ് സെന്ററുകളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാനങ്ങാട് ടൗണിലേക്ക് പോയി നോക്കി. എനിക്ക് തോന്നുന്നു മാണിക്കോത്ത് മുതൽ തുടങ്ങും വെൽനസ് സെന്റർ. അങ്ങ് പുതിയ ഓട്ടം എത്തിക്കഴിഞ്ഞാലും വെൽനസ് സെന്റർ എന്താവൂല, തീരൂല. മാണിക്കോത്ത് തുടങ്ങി അതിഞ്ഞാലെത്തി കോട്ടച്ചേരിയെത്തി അങ്ങനെ പോയി അവസാനം പുതിയ ഓട്ടെത്തി. പുതിയ ഓട്ടിൽ നിന്ന് ലാസ്റ്റ് താഴോട്ടിറങ്ങുന്നൊരു പമ്പില്ലേ, അവിടെ വരെ എന്തുണ്ട്? ബോഡി ഫിറ്റ്നസ് വെൽനസ് സെന്ററുകളുണ്ട്. ഇതിനിടക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ബിസിനസ് ഒന്ന് വെൽനസ് സെന്റർ ആയിരിക്കും. അമ്മാതിരി തീറ്റിയല്ലേ എല്ലാരും തിന്നുന്നത്. അപ്പൊ തിന്നു കഴിഞ്ഞിട്ട് ചിന്തിക്കാ, പഠിച്ചോനെ ഇത്രയൊന്നും തിന്നുണ്ടായിരുന്നു. അപ്പോ അതെങ്ങനെ തടി കുറക്കാം? യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും, ഇവിടെ വെൽനസ് സെന്റർ ഉണ്ട്, ഇങ്ങനെ സെർച്ച് ചെയ്യും, അവിടത്തേക്ക് പോകും. അപ്പോ ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലഘട്ടത്തിൽ വിജയിക്കുക ഒന്ന് വെൽനസ് സെന്റർ, മറ്റൊന്ന് ഫുഡ് കോർട്ടുകൾ, ഫുഡ് സെന്ററുകൾ. മറ്റെല്ലാ ബിസിനസ്സും അതിന്റെ പുറകെ ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത്? തടി ഫിറ്റ് ചെയ്യണം, ബോഡി ഷേപ്പ് ആകണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വെൽനസ് സെന്ററിലേക്കോ ബോഡി ഫിറ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും വർക്കൗട്ടുകളിലേക്കോ നീങ്ങേണ്ട ആവശ്യം വന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ തങ്ങളെ പടച്ച പ്രകൃതം തന്നെ ഹൈറ്റിനൊത്ത നീളം തടിയും തടിക്കൊത്ത ഹൈറ്റുമാണ്, നീളത്തിനൊത്ത തടിയും തടിക്കൊത്ത നീളവുമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല ജന്മനാ ഒരു മനുഷ്യന് കൊടുക്കാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല നൽകിയത്. റസൂലുള്ളാഹി തങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു കൺട്രോൾ ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മറ്റെന്തെങ്കിലും തടി കൂടുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ പെടുമ്പോ അല്ലാഹു റസൂലുള്ളാഹിയെ കൺട്രോൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീളത്തിനനുസരിച്ച തടിയും തടിക്കൊത്ത നീളവുമായി മാറിയത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ നീ എത്രയോ ബ്യൂട്ടി പാർലറിലേക്ക് സഹോദരിമാര് പോവുകയാണ്. അതിനു വേണ്ടി കണ്ണിന്റെ പുരികം ത്രെഡ് ചെയ്ത് കണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കലാ അവരുടെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നിനക്ക് അനുവാദം തന്നിട്ടില്ല പെങ്ങളെ. പിന്നെങ്ങനെയാണ് പുരികം ത്രെഡ് ചെയ്തിട്ട് നിന്റെ സൗന്ദര്യം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിനെ മറന്ന് റസൂലുള്ളാഹി തങ്ങളെ മറന്നിട്ട് വേണം പെങ്ങളെ നിന്റെ ശരീരത്തിലെ പുരികത്തിന്റെ ഓരോ രോമങ്ങളും നീ പറിച്ചെടുക്കാൻ. ഇന്ന് പല പെൺകുട്ടികളും പോയ ബ്യൂട്ടി പാർലറിലേക്ക് എന്താ കണ്ണിന്റെ പുരികം ത്രെഡ് ചെയ്യണം. പുരികം എങ്ങനെയാ മക്കളെ ത്രെഡ് ചെയ്യണം? മക്കളെ പുരികം ത്രെഡ് ചെയ്യലെന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്?
അറിയില്ലേ? ആർക്കും അറിയില്ലേ? ബ്ലേഡിനെ കൊണ്ടോ കത്രികനെ കൊണ്ടോ ത്രെഡ് ചില പെൺകുട്ടികളുടെ പുരികം നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ ഒരു നമ്മൾ ഈ ഹൈവേ റോഡിലെ നടുക്കിടുന്നൊരു വൈറ്റ് കളർ വരയില്ലേ, ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട്, അതേപോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടാ വിചാരിക്കും പഠിച്ചോളി എന്ത് നല്ല സൗന്ദര്യമുള്ള പുരിക ഇവക്കൊക്കെ കൊടുത്തില്ലെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ കൊടുത്തിട്ടാണോ? പിന്നെയോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യുക. എങ്ങനെയാ പുരികം ത്രെഡ് ചെയ്യുന്നറിയോ? നൂല് കെട്ടിയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇങ്ങനെ വലിക്കും. എന്നിട്ട് ഓരോ രോമങ്ങൾ പറിച്ചിങ്ങനെ ബ്ലേഡ് പോലെ മുറിച്ചു. അല്ലാഹു പൊറുക്കൂല പെങ്ങളെ. നിന്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നിനക്ക് അനുവാദം തന്നിട്ടില്ല. അതേപോലെ ചില പെൺകുട്ടികൾ പോകും ഡെന്റൽ കോളേജുകളിലേക്ക്. എന്തിനാ? പല്ലുവേദനയായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നതല്ല, റൂട്ട് കനാൽ ചെയ്യാൻ പോകുന്നതല്ല, പിന്നെയോ പല്ല് കട്ട് ചെയ്ത് ലെവൽ ചെയ്യലാവും. എത്ര വേദന നീ സഹിക്കണം. നിന്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് പുരികം ത്രെഡ് ചെയ്യലോ പല്ല് കട്ട് ചെയ്യാനോ പരിശുദ്ധ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന് വെറുപ്പാണ് അവരോടൊക്കെ. ഇതൊക്കെ ആരെ കാണിക്കാനാ? നാട്ടുകാരെ കാണിക്കണം. എന്നെ കണ്ട് കുറെ ആളിങ്ങനെ ആസ്വദിക്കണം, എന്നെ കണ്ട് ഒരുപാട് പേര് ചെറുപ്പക്കാരിങ്ങനെ സുഖം കൊള്ളണം. അതല്ലാതെ ഭർത്താക്കന്മാരെ കാണിക്കാൻ ഇതൊക്കെ ചെയ്യോ? ഭർത്താക്കന്മാരുടെ മുമ്പിൽ എങ്ങനെ മോശമായി പോകാൻ പറ്റോ ആ രീതിയിൽ അങ്ങ് പോകും. നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങുമ്പോഴോ ഷെൽഫിലുള്ള പൗഡറും പെർഫ്യൂംസും ഒക്കെ അവരുടെ ശരീരത്തിലായിരിക്കും. എന്നിട്ട് രണ്ട് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വ്ളോഗ് ഉണ്ടാകും, അതിന്റെ മുമ്പിൽ സ്ക്രീനിന്റെ മുമ്പിൽ വന്നിങ്ങനെ ആടിയും പാടിയും ഡാൻസ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളെ കാണിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റീൽസിന് വേണ്ടി അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പുതിയ പാട്ട് അറിയില്ല. ഈ നാട്ടിന്റെ പേരെന്താ? പള്ളത്തുംകാൽ. പള്ളത്തുംകാൽ ഒന്നും എത്തുന്നില്ലേ? എത്തുന്നില്ലേ? അല്ലാഹു റബ്ബി. വെറുതെ പറയുന്നു. എടാ സുബൈദ മനസ്സിലുള്ള പാട്ടറിയില്ലേ? പുതിയ കാലത്ത് തന്നെയാണ് ഉള്ളത് അല്ലേ? ഇതൊക്കെ കേൾക്കും വിചാരിക്കും ഏതോ മാപ്പിള പാട്ട് ഇങ്ങനെ പാടിയിട്ട് മക്കൾ ഡാൻസ് ചെയ്യാൻ. പുതിയ സിനിമയിലെ പാട്ടാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് തള്ളയും കുട്ടികളും ഒക്കെ ഡാൻസിന് വേണ്ടിയിട്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ച് ജനങ്ങളെ കാണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ദർശിപ്പിക്കേണ്ടത് നിനക്ക് ഏറ്റവും ഹലാലായ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലാണ് നിന്റെ സൗന്ദര്യം നീ പ്രദർശിപ്പിക്കേണ്ടത്. അതല്ലാതെ നാട്ടുകാരുടെ മുമ്പിലല്ല. അങ്ങാടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനം മരിക്കുമ്പോഴാ ഇതൊക്കെ പറഞ്ഞത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന് പലർക്കും മനസ്സിലാകുക. അല്ലാഹുവേ, നീ ബോധം നൽകണേ അല്ലാ, ബോധം നൽകണേ അല്ലാ. സാധാരണ ഒരാണിനും പെണ്ണിനും ഒരു സാധാരണ രീതിയിലുള്ള പ്രകൃതം എന്ന് പറയുന്നത്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുകയും പെണ്ണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രകൃതം. തിരിഞ്ഞോ? പുരുഷന്മാരുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി കണ്ട് ഇങ്ങനെ ആസ്വദിക്കും. സഹോദരിമാരെ, പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രദർശിപ്പിച്ചിട്ട് ആസ്വദിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു. ഇവിടെ അടുത്തുള്ള കോളേജ് എവിടെയാ? അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ചട്ടഞ്ചാൽ. ഈ സ്കൂൾ വിടുമ്പോ ഏറ്റവും കൂടുതൽ വായി നോക്കാൻ നിൽക്കുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? കാരണം എന്താ? ആൺകുട്ടികൾ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്നവരാണ് അല്ലേ? അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. അവൾ ആസ്വദിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ മുമ്പിലാണ്. അത് തീരെ ഉണ്ടാവില്ല. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ അവളുടെ കോലം എന്താ? ചട്ടിയും കുടുക്കയും കത്തിയും കോടാലിയും ഒക്കെ കയ്യിലുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാരുടെ മുമ്പിലേക്ക് പോകുമ്പോയോ
ഇറങ്ങിയാലും ഇറങ്ങൂല. എന്താ കാരണം? കുറെയൊക്കെ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന വസ്തുവല്ലേ അല്ലേ? നിക്കാബ് ചുറ്റിയാലും ഹിജാബ് ചുറ്റിയാലും തീരൂല. ഹിജാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇങ്ങനെ ചുറ്റുന്ന സാധനമില്ലേ, അതിന്റെ പേരാണ് ഹിജാബ്. നിക്കാബ് എന്ന് പറഞ്ഞാലോ കണ്ണിന് കെട്ടുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? നിക്കാബ്. എല്ലാവരും ഫാഷനായി. ഹിജാബിൽ ഫാഷൻ, നിക്കാബിൽ ഫാഷൻ, എല്ലാറ്റിലും ഫാഷൻ. ഹിജാബിന്റെ ഫാഷൻ നിങ്ങൾക്കറിയാലോ, ചുറ്റുന്ന സാധനത്തിന്റെ ഫാഷൻ എങ്ങനെ അറിയില്ലേ? അങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് ചുറ്റി, എന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ ഒരു 10 പ്രാവശ്യം. ഇതാണ് ഹിജാബിന്റെ. നിക്കാബിന്റെ ഫാഷൻ എങ്ങനെയാണെന്ന് അറിയോ? എല്ലാരും അല്ല കേട്ടോ, ചില ആളുകൾ ചെയ്യുന്നത് നിക്കാബിന്റെ ഫാഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് നന്നായി ബ്യൂട്ടി പാർലർ പോയിട്ട് ബ്യൂട്ടിയാക്കി, കണ്ണൊക്കെ നന്നായി ക്ലീനാക്കി, നന്നായി കണ്ണിനൊക്കെ വരച്ച്, എന്നിട്ടോ നിക്കാബ് കെട്ടിയിട്ട് നിക്കാബ് കുറച്ച് താഴോട്ട് താഴ്ത്തി പിടിക്കും. എന്നിട്ട് ഈ 2 ഗ്യാപ്പ് ഇങ്ങനെ കാണിക്കും. സുബ്ഹാനല്ലാഹ്. അതൊരുപാട് ബ്ലോഗേഴ്സ് ഇറങ്ങി നിക്കാബിന്റെ ഫാഷൻ കാണിച്ചു കൊടുക്കും. ബ്ലോഗേഴ്സ്മാരെ തടഞ്ഞിട്ട് നടക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടിട്ട് പലരും ചിന്തിക്കുക ഇതന്നെയാണ് അടിച്ചുപൊളി ജീവിതം. ഓരോ ബ്ലോഗർമാർ വന്ന് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് കാണിക്കുമ്പോ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് വിചാരിച്ച് അതേപോലെ ജീവിക്കാൻ തന്നെയാ അല്ലേ? ഹായ് ഗൈസ്, സുഹൃത്തുക്കളെ, പിന്നെന്താ ഹായ് ബേബി. ഇപ്പൊ ഭർത്താക്കന്മാരെ വിളിക്കുന്ന സ്ലാങ് ഒക്കെ മാറി. പണ്ടൊക്കെ ഭർത്താക്കന്മാർ എന്താ വിളിക്ക അല്ലേ? ഞാസർച്ചാന്റെ ഭാര്യ ഞാസർച്ചാൻ എങ്ങനെ വിളിച്ചിട്ടുണ്ടാ? നിക്കല് ഞാസർച്ച. കുറച്ച് കഴിയുമ്പോ ആവൂലേ അല്ലേ? എന്നല്ലേ പല ഭാര്യമാരും ഭർത്താക്കന്മാരെ വിളിക്കുന്നവരില്ലേ? നമ്മളൊക്കെ നാട്ടിൽ എങ്ങനെയാ ഭർത്താവിന് എന്താ വിളിക്ക? മക്കളൊക്കെ ആവുമ്പോ പേര് കൂട്ടി ഇച്ചാന്നൊക്കെ വിളിക്കാൻ എന്താവും? ഒരു ചെറിയൊരു ലജ്ജ തോന്നും. അപ്പൊ എന്താ വിളിക്കും? എന്ന പദത്തിലും പാരമ്പര്യമുണ്ട്. എന്ന പദത്തിൽ റെസ്പെക്ട് ഉണ്ട്. തിരിഞ്ഞോ? നമ്മൾ വിചാരിക്കും സ്വീപ്പാക്കി പറഞ്ഞതാണ്. അല്ല, എന്ന പദത്തിൽ റെസ്പെക്ട് ഉണ്ട്. റെസ്പെക്ട് കൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? എന്ന് വിളിക്കുന്നത് അല്ലേ? ചില ആളുകൾ വാപ്പയോടും ഉമ്മയോടും സംസാരിക്കുമ്പോ പറയൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ചോറ് കഴിച്ചോ? വാപ്പാനോടും ഉമ്മയോടും നിങ്ങൾ എന്ന പദം പ്രയോഗിക്കുന്ന റെസ്പെക്ടിന് വിരുദ്ധ. വാപ്പാനോട് ഭക്ഷണം കഴിച്ചു എങ്ങനെയാ ചോദിക്കേണ്ടത്? വാപ്പ ഭക്ഷണം കഴിച്ചോ, ഉമ്മ ഭക്ഷണം കഴിച്ചോ? അതാണ് റെസ്പെക്ടിന്റെ പദം. വാപ്പയും ഉമ്മയും നിങ്ങൾ എന്ന് വിളിക്കുമ്പോ ഒരു അന്യരിലേക്കാണ് നീങ്ങുന്നത്. തിരിഞ്ഞോ? ഒരു ഗ്യാപ്പ് കൂടും. അവിടെ വാപ്പ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ മാനസികപരമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരും. അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ പ്രയോഗത്തിനും ഓരോ റെസ്പെക്ട് ഉണ്ട്. അപ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരെ എന്ന് വിളിക്കുമ്പോ അതിൽ റെസ്പെക്ട് ഉണ്ട്. എന്ന് അതൊക്കെ പോയി എന്താ ഹലോ ബേബി, ഹായ് ബേബി കേൾക്കാറില്ലേ? ബേബി, പിന്നെ ഡൂഡി. യാ സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിയുമ്പോ മോള് വന്നിട്ട് വാപ്പാനോട് പറയും, സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ, എങ്ങനെങ്കിലും എന്നെ ഒഴിവാക്കിയിട്ട് ഓന്റെ പാട്ടിന് പോകാൻ പറയും. കാരണം എന്തേ? എല്ലാ റെസ്പെക്റ്റും നഷ്ടപ്പെട്ടു. ഉള്ള സമയത്ത് എന്ത് ചെയ്തു? ഒരു സുഹൃത്തുക്കളെ പോലെ ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനം നൽകാതെ, ആദരിക്കേണ്ടടുത്ത് ആദരവ് നൽകാതെ ഭർത്താവിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. സ്വന്തം സുഹൃത്തിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കാനുള്ള ആളല്ല ഭർത്താവ്. സ്വന്തം സുഹൃത്തിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കാനുള്ള പെണ്ണല്ല ഭാര്യ. ചില സമയത്ത് സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കേണ്ടി വരും. ചില സമയത്ത് റെസ്പെക്ട് നൽകിയിട്ട്, ആദരവ് നൽകിയിട്ട്, അവർക്ക് നൽകേണ്ടതായ പരിഗണനകൾ നൽകിയിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടി വരും. ഇന്നത്തെ പുതിയ ജനറേഷന്റെ സ്റ്റൈൽ എന്താ? എപ്പോഴും സുഹൃത്തിനെ പോലെ എടാ പോടാ എന്നുള്ള ബന്ധത്തിലേക്ക് ഭാര്യയും ഭർത്താവുമായി മാറി. പണ്ടൊക്കെ പുരുഷന്മാരെ നാം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗ, നമ്മളെക്കാട്ടി വയസ്സ് കുറഞ്ഞ കുട്ടികൾക്ക് എടാ നീ പള്ളിയിൽ പോയിരുന്നോ അല്ലേ? പെൺകുട്ടിയാണെന്ന് ചോദിക്കോ, എടീ നീ നിസ്കരിച്ചോ? ഇന്ന് എടി എന്ന് പോലും പെൺകുട്ടിയെ വിളിക്കുന്നില്ല. ആൺകുട്ടികളെ ഉപയോഗിക്കുന്ന പ്രയോഗം എടാ എന്നുള്ള പ്രയോഗം ഇന്ന് പരസ്പരം പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുക.
അവിടെയാണ് ആദരവ് നൽകേണ്ടിടത്ത് ആദരവ് നൽകാതിരിക്കുമ്പോ, ബഹുമാനം നൽകേണ്ടിടത്ത് ബഹുമാനം നൽകാതിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ബർക്കത്ത് കളയും. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. അത് സാമ്പത്തികമായിട്ടുള്ള രീതിയാകട്ടെ, ശാരീരികമായിട്ടുള്ള രീതിയാവട്ടെ, എല്ലാറ്റിലും ബർക്കത്തുണ്ടെങ്കിലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുകയാ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിയണം. ഭർത്താവിനെ എങ്ങനെ ആദരിക്കണമോ അതുപോലെ ഭാര്യയ്ക്ക് ആദരിക്കാൻ കഴിയണം. ഭാര്യയെ എങ്ങനെ പരിഗണിക്കണമോ അതുപോലെ ഭാര്യയെ പരിഗണിക്കാനും കഴിയണം. എന്നാലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കുടുംബ ജീവിതത്തിലുള്ള ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ട് ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പുരികത്തെ കുറിച്ച് പഠിക്കുമ്പോ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്ത് വന്ന പുരികമാണോ എന്ന് തോന്നിപ്പോകും. അത്രയും സൗന്ദര്യമാ അല്ലാഹുവിന്റെ റസൂലിന്റെ പുരികത്തിനെ അല്ലാഹു പടച്ചത് തന്നെ അങ്ങനെയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പുന്നാര ഹബീബിന്റെ കണ്ണുകളുണ്ടല്ലോ, നല്ല വെളുത്ത പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പാടക്കകത്ത് നല്ല കറുത്ത കട്ടിയുള്ള കറുത്ത കൃഷ്ണമണിയാ. സൗന്ദര്യമുള്ള കണ്ണിന്റെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര ഹബീബിന്റെ പല്ലുകൾ കണ്ടാൽ തോന്നിപ്പോകും അല്ലാഹുവിന്റെ ഹബീബിന്റെ പല്ലുകൾ കട്ട് ചെയ്ത് ഒരുപോലെ ലെവലാക്കി എടുത്തു വെച്ചതാണോ എന്ന്. അത്രയും നല്ല സൗന്ദര്യമുള്ള പല്ലിന്റെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെയാ പെങ്ങളെ സൗന്ദര്യം നോക്കിയിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നീ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാ ചെറുപ്പക്കാരാ. സൗന്ദര്യം നോക്കിയിട്ട് നീ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, പ്രേമിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുകയും പ്രേമിക്കുകയും വേണ്ടത് അത്രയും നല്ല സൗന്ദര്യമാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന് തീർന്നില്ല. പുന്നാര ഹബീബിന്റെ നടത്തം, പുന്നാര ഹബീബിന്റെ ഇരുത്തം, പുന്നാര ഹബീബിന്റെ കിടത്തം, പുന്നാര ഹബീബിന്റെ ഉറക്കം, പുന്നാര ഹബീബിന്റെ ഭക്ഷണ രീതി, പുന്നാര ഹബീബിന്റെ വെള്ളം കുടിക്കുന്ന രീതി, പുന്നാര ഹബീബിന്റെ സംസാര രീതി എല്ലാം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാ. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അടിക്കടിക്ക് പിന്തുടരുന്നവരാരോ, മാതൃകയാക്കുന്നവരാരോ, അവരുടെ പേരാ മുത്തബിഉസ് സുന്ന. യഥാർത്ഥ സുന്നികൾ എന്ന് പറയുന്നത് അവരെയാ. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ നടന്നുവോ അതുപോലെ അവർ നടക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ ഭക്ഷണം കഴിച്ചുവോ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ വെള്ളം കുടിച്ചുവോ അതുപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ സംസാരിച്ചുവോ അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അടിക്കടിക്ക് ഫോളോ ചെയ്യുമ്പോ നാളെ അല്ലാഹുവിന്റെ ഹബീബ് വരും ശഫാഅത്തിനായി. നാളെ സ്വർഗ്ഗത്തിലേക്ക് നമ്മെ എത്തിക്കാൻ വരും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് ഓരോ പ്രവൃത്തികളും ജീവിതത്തിൽ പിന്തുടരുന്നവരാരോ അവർ ഉറപ്പായിട്ട് രക്ഷപ്പെടും. തിരിഞ്ഞോ? അപ്പൊ റസൂലുള്ളാഹിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ അത് ആദ്യം നമ്മൾ പഠിക്കണം. എന്നാലല്ലേ നമുക്കത് പിന്തുടരാൻ പറ്റും. ഹബീബായ തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പഠിച്ചാലല്ലേ നമുക്കത് പിന്തുടരാൻ പറ്റും. അപ്പൊ റസൂലുള്ളാഹിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ നമുക്ക് പഠിക്കാം? നമ്മളിപ്പോ ഏതെങ്കിലും ആക്ടേഴ്സിന്റെ, സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്ത നമുക്ക് ആ സ്ക്രീനിൽ കൂടി കാണാൻ കഴിയും അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഹൈറ്റ്, അവരുടെ വെയിറ്റ്, അവരുടെ മുടി, അവരുടെ നിറം എല്ലാം അതിൽ കാണാൻ പറ്റും. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹൈറ്റ്, വെയിറ്റ്, നിറം, കണ്ണ്, പല്ല് ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ ഹെയർ സ്റ്റൈലിലേക്ക് നമുക്ക് മക്കളെ ശ്രദ്ധിക്കണേ.
അതുപോലെ ഹെയർ സ്റ്റൈൽ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ ഇത് പറയുമ്പോ കുറെ ആള് ഇങ്ങനെയാക്കുന്നുണ്ട് തൊപ്പി വലിച്ചിടുന്നുണ്ട്. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ആരും പരസ്പരം നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അള്ളാന്റെ ഹബീബിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ 3 രീതിയിലായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹെയർ സ്റ്റൈൽ കൊണ്ട് നടന്നത്. ഇതല്ലാത്ത ഏതൊക്കെ രീതികളുണ്ടോ റസൂലുള്ളാഹി തങ്ങൾ വെറുത്തതാ. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും കാണില്ല. അള്ളാന്റെ റസൂലിന് വെറുപ്പുള്ള ഒരു കാര്യം ചെയ്തിട്ട് പുന്നാര ഹബീബിന്റെ സ്വർഗത്തിലേക്ക് എങ്ങനെയാ നമുക്ക് ചെന്നെത്താൻ കഴിയാൻ? അള്ളാന്റെ ഹബീബ് ഹെയർ സ്റ്റൈൽ കൊണ്ടു നടന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തെ രീതി ഏതെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് തലയിലെ മുടി മുഴുവനും വളർത്തിയിട്ട് പിരടിയിലേക്ക് വാരിയിടുന്ന ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി ഏതെന്നറിയുമോ? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ കട്ട് ചെയ്യുന്ന രീതി. മൂന്നാമത്തെ രീതി ഏതെന്നറിയുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു തലമുണ്ടനം ചെയ്തു വന്നപ്പോ, മൊട്ടയടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതിനെ പ്രോത്സാഹിപ്പിച്ചോ, പ്രേരിപ്പിച്ചോ, അതിന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചോ. ഈ 3 രീതിയിലല്ലാത്ത ഏതെങ്കിലും രീതിയിൽ ഹെയർ സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ, നീ ആരെ ഫോളോ ചെയ്തുകൊണ്ടാണോ നിന്റെ ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കുന്നത്? അത് ഫുട്ബോൾ പ്ലെയർ ആവട്ടെ, ക്രിക്കറ്റ് പ്ലെയർ ആകട്ടെ, ഏതെങ്കിലും സിനിമ ആക്ടേഴ്സ് ആവട്ടെ, ഇവരെ കണ്ടുകൊണ്ടായിരിക്കല്ലോ ഈ ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വർഗ്ഗം നീ സ്വപ്നം കാണണ്ട. പുന്നാര ഹബീബിനോട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു അരിമണി തൂക്കമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, മുഹബ്ബത്തുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പുന്നാര ഹബീബിനെ ഇഷ്ടമില്ലാത്ത ഹെയർ സ്റ്റൈൽ കൊണ്ട് നടക്കാൻ നിനക്ക് കഴിയില്ല ചെറുപ്പക്കാരാ. ചെറിയ കുഞ്ഞു മക്കളെ അടക്കം ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വാപ്പ പറഞ്ഞു കൊടുക്കുക, ഇതുപോലെ കട്ടി, ഇതുപോലെ മുറിച്ചു കൊടുക്കും, ഇതുപോലെ കട്ട് ചെയ്യും, ഇതുപോലെ വികൃതമാക്കും. സ്വന്തം വാപ്പ കുഞ്ഞു മക്കളെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പറയുമ്പോ ആ വാപ്പയെ കുറിച്ച് പുന്നാര ഹബീബ് പറഞ്ഞതെന്നറിയോ? ഏറ്റവും ശപിക്കപ്പെട്ടത് യൂസ് എന്ന പേരുള്ള ശപിക്കപ്പെട്ടവനാണ് ആ വാപ്പ. ഈ മക്കൾ നാളെ പറയും മഹ്ശറയിൽ നിന്നും, അല്ലാഹുവേ എന്തൊരു ചൂടാ, ഒരു ചാൺമീത സൂര്യൻ കത്തിച്ചൊലിക്കുന്നു, അടിഭാഗത്ത് കാല് പൊള്ളിയിട്ട് വെക്കാൻ പറ്റുന്നില്ല, അത്രയും ശക്തിയേറിയ ചൂടാണല്ലോ റബ്ബേ. അതുകൊണ്ട് അല്ലാഹ്, എന്റെ വാപ്പയാണ് റബ്ബേ, എന്റെ ഉമ്മയാണ് റബ്ബേ എന്നെ ഈ കോലത്തിലാക്കിയത്. അവരെ പിടിച്ച് മലർത്തി കിടത്ത് റബ്ബേ, അവരുടെ മുകളിൽ നിന്നെങ്കിലും ഞാൻ അല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് ഹറാം പഠിപ്പിച്ച വാപ്പയുടെ മക്കൾ നാളെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ആക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി മോഡലാക്കി മുടി കട്ട് ചെയ്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ ഇത് തന്നെയാണ് ദുനിയാവെന്ന് വിചാരിച്ചിട്ടല്ലേ, ഇത് തന്നെയാണ് ഏറ്റവും രസമുള്ള മോഡൽ എന്ന് ചിന്തിച്ചിട്ടല്ലേ പലരും അതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്. പലരും അതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നതിന് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഉസ്താദുമാരൊക്കെ കാണുമ്പോ കരയും. എന്തിനാണെന്നറിയോ? ദുആ ചെയ്യണേ, എന്റെ അസുഖം ഒന്ന് ശിഫയായി കിട്ടാൻ. ആ ചെറുപ്പക്കാരന്റെ പ്രശ്നം എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ തലമുടിയിൽ കാണിക്കാത്ത കോപ്രായിത്തരങ്ങളൊന്നുമില്ല. ഏതൊക്കെ മോഡൽ അപ്ഡേറ്റ് ആയി കിട്ടുന്നോ അതുപോലെ ഹെയർ സ്റ്റൈൽ കൊണ്ട് ഇങ്ങനെ നടക്കും. ഇന്ന് ആ ചെറുപ്പക്കാരന് തലക്ക് ക്യാൻസറാ, തലയിൽ ഒരു രോമം പോലും വളരുന്നില്ല. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ കരയാ, എങ്ങനെയെങ്കിലും എന്റെ അസുഖം സുഖമായി കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ. പടച്ചോൻ വിചാരിച്ചാൽ എല്ലാ അഹങ്കാരവും എല്ലാ ധിക്കാരവും തരിപ്പണമാകാൻ സെക്കൻഡുകൾ മതി. മുഅ്മിനീങ്ങളെ, കുറച്ച് സുഖവും ആഡംബരമൊക്കെ കിട്ടുമ്പോ ദുനിയാവിന്റെ പളപളപ്പിൽ ഇങ്ങനെ നീ ആറാടുമ്പോ അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഒരു ദിവസം മാരകമായ അസുഖത്തിന് അടിമയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ എല്ലാ അഹങ്കാരം അവിടെ തീരില്ലേ? എല്ലാ അഹങ്കാരം അവിടെ അസ്തമിക്കില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒരിക്കലും തന്നെ ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നീങ്ങിപ്പോവല്ലേ. പുന്നാര ഹബീബ് പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ, ആ ഹെയർ സ്റ്റൈലിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രീതി എങ്ങനെന്നറിയുമോ? എപ്പോഴും തലപ്പാവ് ധരിച്ചിട്ടായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറുണ്ടായിരുന്നത്. നല്ല കറുത്ത മുടി, ആ കറുത്ത മുടിയുടെ മുകളിൽ കുളിച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ആ തലമുടി പിരടിയിലേക്ക് വാരിയിട്ട് അതിന്റെ മുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് തലപ്പാവ് ധരിക്കും. എന്തൊരു രസമാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലപ്പാവ് ധരിച്ചു കഴിഞ്ഞാൽ കാണാൻ. അങ്ങനെ റസൂലുള്ളാഹി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. തലപ്പാവ് ധരിക്കും റസൂലുള്ളാഹി തങ്ങൾ. പണ്ഡിതന്മാരൊക്കെ ഇന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തലയിൽ തൊപ്പിയോ തലപ്പാവോ ഇല്ലാതെ പ്രത്യക്ഷപ്പെടില്ല. ചില ആലിമീങ്ങളുടെ സൂക്ഷ്മതയാ. നമ്മുടെ ഉസ്താദുണ്ട്, നന്ദി ദാറുസ്സലാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ മഹാനായ മൂസക്കുട്ടി ഹസ്രത്ത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർ മഹാനായ മൂസക്കുട്ടി ഉസ്താദിനെ ഇതുവരെ ഞങ്ങൾ ആരും തലയിൽ തൊപ്പിയിരിക്കാതെ തലപ്പാവില്ലാതെ ഷാളില്ലാതെ പുറത്തു കണ്ടിട്ടില്ല. ശിഷ്യന്മാരായി പഠിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോ ശക്തമായ ചൂട് വന്ന ജലത്തായി പോകും, തൊപ്പി അയച്ച് താഴെ വെക്കും, തലപ്പാവ് അയച്ച് താഴെ വെക്കും. മഹാനായ മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദിനെ ഇതുവരെ ഒരാളും തലയിൽ തൊപ്പിയോ ഷാളോ ഇല്ലാതെ പുറത്തു കണ്ടിട്ടില്ല. ഉസ്താദിന്റെ റൂമിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി നിങ്ങൾ മുട്ടിയാൽ മഹാനായ ഉസ്താദുകൾ അതിന്റെ അകത്ത് ഒരു പക്ഷേ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. ഉസ്താദിന്റെ ശരീരത്തിൽ ബനിയനായിരിക്കും, ലുങ്കി ആയിരിക്കും. ഉസ്താദ് വാതിൽ തുറക്കണമെങ്കിൽ ഉസ്താദിന്റെ തലയിൽ തൊപ്പി വെച്ച് ആ ഷാള് പൊതിച്ചിട്ട് ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങും. അതൊക്കെ അവരുടെ സൂക്ഷ്മതയാണ്. ആ ഒരു സമയത്ത് പോലും സുന്നത്തില്ലാതെ എന്റെ തലപ്പാവ് മാറിപ്പോവല്ലേ എന്ന് ചിന്തിച്ചത് കൊണ്ടാവാം. അല്ലേ മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ എപ്പോഴും റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അടിക്കടി പിന്തുടരുന്ന മഹാനായിരുന്നു. ആര്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മാരകമായ ക്യാൻസർ രോഗത്തിന് ഉസ്താദ് അടിമയാണെന്നറിഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്യണം, ശരീരത്തിലെ എല്ലാ രോമങ്ങളും ക്ലീൻ ചെയ്യണം സർജറിക്ക് വേണ്ടി. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എവിടുന്ന് പറഞ്ഞു, എന്റെ താടി രോമം ക്ലീൻ ചെയ്യരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്താ. ആ താടി രോമം ക്ലീൻ ചെയ്ത സമയത്ത് എന്റെ റൂഹിനെ അല്ലാഹു പിടിച്ച പുന്നാര ഹബീബിന്റെ സുന്നത്തില്ലാത്ത സമയത്ത് ഞാൻ മരിച്ചു പോവുകേ. അത്രയും സൂക്ഷ്മത പാലിച്ച് റസൂലുള്ളാഹിന്റെ എല്ലാ സുന്നത്തുകളും പിന്തുടർന്ന് ജീവിച്ച യഥാർത്ഥ മുത്തബി മഹാനായ അത്തിപ്പറ്റ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ. അങ്ങനെ അവസാനം ഡോക്ടർമാർ നിർബന്ധിച്ചു, ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ തൊണ്ടക്കായിരുന്നു ക്യാൻസർ ഉണ്ടായത്. സർജറി ചെയ്യണമെങ്കിൽ ആ ഭാഗം നിർബന്ധമായും ചെയ്യണം. അപ്പുറത്തെ ഭാഗം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ഷേവ് ചെയ്യാൻ പറ്റില്ല. സർജറി കഴിഞ്ഞു ഉസ്താദിന്റെ വഫാത്ത് വരെ ആ ക്ലീൻ ചെയ്ത രോഗം തിരിച്ചു വന്നിട്ടില്ല. മറ്റൊരു ഭാഗത്ത് മാത്രമായിരുന്നു താടി ഉണ്ടായിരുന്നത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് വായിൽ നിന്ന് രക്തം തുപ്പുന്ന സമയത്ത് പോലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന തഖ്വയുടെ ഉപദേശമായിരുന്നു അവിടെ എത്തുന്നവർക്കൊക്കെ നൽകിയത്. അങ്ങനെ സുന്നത്തുകൾ അത്രയും സൂക്ഷിക്കുന്ന എത്രയോ മഹാന്മാർ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ആരോഗ്യവും ഈ ആഫിയത്തും ഒക്കെ കിട്ടിയിട്ട് എന്തേ പുന്നാര ഹബീബിന്റെ ഒരു സുന്നത്തായ തലയിൽ ഒരു തൊപ്പിയെങ്കിലും പോട്ടെ, ഒരു ടവലെങ്കിലും കെട്ടിയിട്ട് നടക്കാൻ കഴിയാതായി പോകുന്നത്? അവിടെയൊക്കെ എന്താ ഔട്ട് ഓഫ് ഫാഷനാണുള്ളത്? എന്ത് കുറവുകളാ അവിടെയൊക്കെ ഉണ്ടായത്? ഒരു തൊപ്പി ധരിച്ചാൽ കിട്ടൂലേ പുന്നാര ഹബീബിന്റെ സുന്നത്ത്? കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന് ബിഇയത്ത് മൂന്നാം വാല്യമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന്, അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു.
നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ യാ റബ്ബി മുസ്ലിം വേഷമിൽ സംതൃപ്തി താ അനുകരണവും അതിനോട് തന്നോ പിച്ച് താ